12ാമത്തെ വയസ്സിൽ രാഷ്ട്രപിതാവിനെ കണ്ടതിന്റെ ചാരിതാർത്ഥ്യം. പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെയും കണ്ടു. KMMLന് തറക്കല്ലിട്ട രാഷ്ട്രപതിയായിരുന്ന നീലം സഞ്ജീവ് റെഡ്ഡിയെയും കണ്ടു. ഇപ്പോൾ വയസ്സ് 102. ഇന്നും ചെറുപ്പത്തിന്റെ ചുറുചുറുക്ക്. കൂടുതൽ ആർജവത്തോടെ തൊഴിലുറപ്പ് ജോലി ചെയ്ത് ഇന്നും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നാരായണൻ ചേട്ടന്റെ അടുക്കലേക്ക് നമുക്കൊന്ന് പോയി വരാം. ഈ മാവ് ഞാൻ വെച്ച മാവായത്. ഞാൻ ഇവിടുന്ന് പോകാൻ നേരം ഇത് ചവറ വടുതല ആക്കൽ വെള്ളയിൽ വടക്കതിൽ നാരായണൻ. 102 എന്നത് വെറും നമ്പർ മാത്രമാണെന്ന് നമ്മളെ ഇദ്ദേഹം ബോധ്യപ്പെടുത്തുന്നു. ഈ 102ാം വയസ്സിലും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കൊപ്പം ഇദ്ദേഹത്തെ കാണാം. ഒട്ടും മടിയില്ലാതെ കൈക്കോട്ടും വെട്ടുകത്തിയുമായി തൊഴിലാളികൾക്കൊപ്പം ഇദ്ദേഹം സജീവമായുണ്ട്. പുലർച്ചെ 4-ന് ആരംഭിക്കുന്നതാണ് നാരായണൻ ചേട്ടന്റെ ഒരു ദിനം. പുലർച്ചെ ഉണർന്ന് പന്മനത്തമ്പുരാനെ വണങ്ങി ആരംഭിക്കുന്ന ദിവസം മുഴുവൻ ഊർജ്ജസ്വലം. രാവിലെ കൃത്യം 4 മണിക്ക് ഉണരും. ഉണർന്നവൻ നാമമൊക്കെ ചൊല്ലിയിട്ട് അതൊക്കെ കുളിച്ച് ഭഗവാന്റെ അടുക്കൽ പോകും. പന്മന ഭഗവാന്റെ അടുത്ത് ഭഗവാൻ എനിക്ക് ഒരു പശുവിനെ തന്നു, കിടാവിനെ തന്നു. അതിപ്പോൾ 2ാമത്തെ പ്രസവമാണ്. ദൈവത്തിന്റെ സഹായം കൊണ്ട് ജോലിക്ക് ഒരു മടിയുമില്ല. ജോലി ചെയ്യണം. എനിക്ക് വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. അതാണ് എന്റെ പ്രധാനപ്പെട്ട കാര്യം. KMMLലെ ജീവനക്കാരനായിരുന്ന ഇദ്ദേഹം വിരമിച്ച ശേഷം വിശ്രമ ജീവിതത്തിലേക്കല്ല പോയത്. അവസാനം വരെയും ജോലി ചെയ്ത് ജീവിക്കണമെന്ന ആഗ്രഹമാണ് തൊഴിലുറപ്പ് ജോലിയിലേക്ക് എത്തിച്ചത്. വെറുതെ തൊഴിലിരിപ്പല്ല, തൊഴിലിന് പണി തന്നെ ചെയ്യും. ഇതിന് ആളുകൾ പറയുന്നത് തൊഴിലിരിപ്പെന്ന വെറുതെ പറയുന്ന ജോലി ചെയ്യും. പിള്ളേർ പറയും വെറുതെ നിൽക്കണമെന്ന്. ഒക്കത്തില്ലെന്ന് പറഞ്ഞു. എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ ഞാൻ ഈ പണിക്ക് വേണ്ടി ഉത്സാഹിച്ച ആ കാര്യം ബുക്കും ഒക്കെ തന്ന് തൊഴിൽ തുടങ്ങി. വെറുതെ നിൽക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ആരുടെയും മുമ്പിൽ പോയി കൈനീട്ടേണ്ട ഒരു ഭാഗ്യം വേണ്ട എന്ന് വിചാരിച്ചു. സ്വന്തമായി കിട്ടുന്നത് മതി എന്ന് വിചാരിച്ചു. അങ്ങനെ കഴിഞ്ഞുകൂടി വരികയാണ്. കർമ്മനിരതനായ ഈ ജീവിതം മഹത്തായ മാതൃക തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, ചവറ.